ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പത്നിമാരിൽ ഒരാളായ സത്യഭാമ അതിസുന്ദരിയായിരുന്നു. സത്യഭാമയെ വിവാഹം ചെയ്യാൻ സകല രാജാക്കന്മാരും രാജ്യത്തെ പലരും ആഗ്രഹിച്ചു. ഭഗവാന്റെ വലിയ ഭക്തനായ അക്രൂരരും അതിലുൾപ്പെടുന്നു. എന്നാൽ സത്യഭാമയുടെ പിതാവായ സത്രാജിത്ത് സത്യഭാമയെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊണ്ട് വിവാഹം ചെയ്യിച്ചു. എന്നാൽ അതിൽ സത്യഭാമയെ മോഹിച്ച സകലർക്കും സത്രാജിത്തിനോട് വലിയ വിദ്വേഷം ഉണ്ടാക്കി. അവർ ഒരു സംഘം സത്രാജിത്തിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ അക്രൂരരും അതിലുൾപ്പെട്ടു. എന്നാൽ അക്രൂരർ അതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കുകയോ അതിനെ എതിർക്കുകയോ ശബ്ദിക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ സത്രാജിത്തിനെ കൊന്നുകളഞ്ഞു. അതിനുശേഷം അക്രൂരർ വല്ലാതെ വിലപിക്കാൻ തുടങ്ങി. ഭഗവാനെ, താൻ ഇതെന്താ ചെയ്തത്? തനിക്കിതെന്ത് പറ്റി എന്നോർത്ത് വല്ലാതെ പശ്ചാത്തപിച്ചു. ഇല്ല, ഇനി തനിക്ക് ഭഗവാന്റെ മുഖത്ത് നോക്കാൻ പോലും സാധിക്കില്ല, അത്രമേൽ ഭാരം. അങ്ങനെ അക്രൂരർ നാടുവിട്ടു. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതെല്ലാം അറിഞ്ഞ് തൻ്റെ ആ വലിയ ഭക്തനെ തേടിയെത്തി. അതിനുശേഷം ഏകദേശം 80 വർഷക്കാലം ഭഗവാനോടൊപ്പം അക്രൂരർ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു തവണ പോലും ഭഗവാൻ അക്രൂരർ ചെയ്ത തെറ്റിനെ ചോദ്യം ചെയ്തിട്ടേയില്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ്, പ്രയാസമാണ്. ഒരാളോട് ക്ഷമിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ, അനുഭവപ്പെടുന്നതിൻ്റെ ആ മാധുര്യം മറ്റൊന്നിനും കിട്ടില്ല. ഭക്തി പൂർണ്ണതയിലെത്തുന്നതിൻ്റെ പരമപ്രധാനമായ ഘട്ടം എന്ന് പറയുന്നത് ഭഗവാന്റെ നിർദ്ദേശങ്ങളെ നമ്മൾ അനുസരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ദേഷ്യപ്പെടാതിരിക്കുക, അസൂയപ്പെടാതിരിക്കുക, അഹങ്കരിക്കാതിരിക്കുക, ക്ഷമിക്കുക, ഈ വൻമതിലുകളെയൊക്കെ കടക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ പ്രയാസമായിരിക്കും. എന്നാൽ ഓരോ സാഹചര്യത്തിലും ഭഗവാനെ ഓർത്ത്, ഭഗവാന് വേണ്ടി, ഭഗവാൻ അങ്ങനെ ചെയ്താൽ ഇഷ്ടപ്പെടില്ല, ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സന്തോഷം എന്ന് ചിന്തിച്ച് ഓരോ സാഹചര്യത്തിലും ആ കന്മഷങ്ങളെ നമ്മൾ ത്യജിക്കുമ്പോൾ, അതിജീവിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് പരമമായ ആനന്ദമാണ്. ഹരേ കൃഷ്ണ.